2 ദിവസം മുമ്പ് ഇൻസ്റ്റ തുറന്നു നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു കടൻ്റെ മുമ്പിൽ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ നിൽക്കണ്. പടച്ച റബ്ബേ, ഇത് എന്താണ് നമ്മുടെ ബീവറേജിലൊക്കെ ഇങ്ങനെ ആയോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊന്നുമല്ല ഇവിടെ കാര്യം. നമ്മുടെ പൊന്നാനിയിൽ മുട്ടപ്പത്തിരിയും ബീഫ് കറിയും വാങ്ങിക്കാനുള്ള തിരക്കാണെന്ന് അന്ന് വിചാരിച്ചാണ് ഇവിടെ വരണം എന്നുള്ളത്. ഇപ്പോൾ അതാ നമ്മൾ വന്നിട്ടുണ്ട്. അസീന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നാൽ പല നിയമങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ വെഞ്ഞ് ബില്ല് ചെയ്തിട്ട് നമ്മളവിടെ ക്യൂ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ച് ഇതിൻ്റെ പ്രത്യേക വൈബ് പറയാൻ ഇതാ നമ്മുടെ പള്ളിക്കുളത്തിൻ്റെ അടുത്ത് നമ്മുടെ പടവുമ്മൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ആ ഒരു രാവിലെ പുലർച്ചെയുള്ള ആ ഒരു ചെറിയ തണുപ്പും വെച്ച് ഇങ്ങനെ കഴിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇതാ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നല്ല ആൾക്കാർ തിരക്കുവാണ്. എന്തായാലും നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഇതാ മുട്ടപ്പത്തിരിയും അതിൻ്റെ ബീഫ് കറിയൊക്കെ മേടിച്ച് ഇനി മുട്ടപ്പത്തിരിൻ്റെ മുകളിൽ നമ്മുടെ ബീഫ് കറി ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഒഴിച്ച് നമ്മളിങ്ങനെ കുഴക്കുകയാണ്. നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. കാരണം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്. ഇന്നതാ നന്നായിട്ട് കുഴച്ച് നമ്മളിങ്ങനെ വായലേക്ക് കണ്ടിട്ട് ഇനി നന്നായിട്ട് നമ്മൾ ചവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഇറക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഒരു ചെറിയ ഒരു വൈബൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഇത്രയും തിരക്കിനുള്ള ഒരു സംഭവം ഇതിലുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മളും ആ ഒരു മുട്ടപ്പത്തിരിയും ബീഫ് കറിയും കഴിച്ചിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ഭക്ഷണ അവശിഷ്ടങ്ങളും പ്രതീക്ഷിക്കാണ്ട് ആ കുളത്തിലെ മീനുകൾ നമ്മളെയും കാത്ത് വായ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ അതിനും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അത് അവർക്കും റാഹത്തായി. എന്തായാലും നമ്മൾ നന്നായിട്ട് ആ ഒരു മുട്ടപ്പത്തിരിയും ബീഫും കഴിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പൊന്നാനിയിൽ വരിക, നമ്മുടെ അസീന റെസ്റ്റോറൻറ്റിൽ കയറി വെക്കുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മൾ കമൻറ്റായിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.